വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം കൂട്ടത്തോടെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഇത് തൊപ്പിയിൽ തുടങ്ങി തൊപ്പിയുടെ ഗ്യാങ്, തൊപ്പി വിഷയത്തിൽ ഹനാഷായ വെറുതെ വലിച്ചിടുന്നു. അത് കഴിഞ്ഞപ്പം ഒരു ബ്യൂട്ടി വ്ളോഗർ, ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ തൻ്റെ രോഗത്തിന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്നും പറഞ്ഞ അതിൻ്റെ വഴക്ക് മറ്റൊരു വഴിക്ക്. അത് കഴിഞ്ഞപ്പോൾ അഹാന കൃഷ്ണ ഫാമിലി കുടുംബ വഴക്ക് വേറൊരു വഴിക്ക്. അത് കഴിഞ്ഞിട്ട് ഡ്രഗ് മാഫിയക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒ ജി സുനിലിൻ്റെയും മറ്റേ മരടനീഷിൻ്റെയും ഡ്രഗ് മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഘോരഘോരം വാതോരാതെ വിളിച്ചു കൂപ്പിക്കൊണ്ടിരുന്ന എൻ്റെ കാസറ്റ് ലൈവിൽ ലഹരി ഉപയോഗിച്ച് വള്ളിയെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയും ഹനാൻഷ വന്ന് വെട്ടിട്ടുണ്ട്, മീഡിയേറ്ററായിട്ട് നിന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞ് പാവൻ ചെറുക്കൻ ബ്ലോഗൊക്കെ ചെയ്ത് സിനിമയിലൊക്കെ അഭിനയിച്ച് പാട്ടൊക്കെ പാടി നടക്കുകയായിരുന്നു. ഇവിടെ എല്ലാം വലിച്ചഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഏതൊരുത്തനെ ആരെയോ ചവിട്ടിയെന്നോ പിടിച്ചെന്നോ എന്താ പറഞ്ഞൊരു സാധനം കണ്ടു. അത് ആ യൂട്യൂബറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആളാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പ്രശ്നവും അറിയില്ല. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടുത്തെ വിഷയം ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. സ്പാർട്ട ചേച്ചി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് കേൾക്കാം. യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്, ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അതെന്താണ്, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണോ ഇവിടെ പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലേ? ഒറ്റപ്പെട്ട മീൻസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയധികം ക്രൈമുകൾ നടക്കുമ്പോൾ എല്ലാവരെ കൊണ്ടും പോലീസിന് ഒരുപാട് തലവേദന ഇല്ലേ? ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണോ ഈ തലവേദന ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ മാപ്രകൾക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ വിഷം നനഞ്ഞ് നടക്കുന്ന തെരുവ് പട്ടികൾക്ക് ഒരു ഫുൾ മന്തി കളഞ്ഞു കിട്ടിയ സന്തോഷമാണ് ഈ മാപ്രകൾക്ക്. യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് തുമ്മുവോ തിരിയുവോ ഒന്ന് അപ്പിയിടാൻ മുക്കുവോ എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അതുതന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോ സ്പാർട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. അതെങ്ങനെ മോനെ ഈ ഹൈവേയിൽ റോഡിന്റെ നടുക്ക് വാഹനം നിർത്തിയിടുന്നേ? സാധാരണ ഹൈവേയിലൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലമല്ലേ ഹൈവേ. അവിടെ ഈ റോഡിൻ്റെ നടുക്ക് വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വണ്ടി പുറകെ വരുന്ന വണ്ടികൾ ഇടിച്ചു തെറിപ്പിക്കൂലേ? അതും പാതിരാത്രിയിൽ എന്താണ് ഈ രാത്രി 2 മണിക്ക് എന്താണ് സംഭവം നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പാതിരാത്രിക്ക് കൊണ്ട് നാഷണൽ ഹൈവേയുടെ നടുക്ക് വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടി ഇടിക്കില്ലേ? അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ലേ? ഭയങ്കര സീനാവില്ലേ? നാഷണൽ ഹൈവേയുടെ നടുക്ക്, നാഷണൽ ഹൈവേ പോട്ടെ, ഒരു സാധാ റോഡിൻ്റെ നടുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആരും കൊണ്ട് വണ്ടി ഇടൂല. കണ്ടോ, ഒരു മയം വേണ്ടേ? തള്ളുമ്പോൾ ഒരു മാന്യത വേണ്ടേ? പറയുമ്പോൾ നാഷണൽ ഹൈവേയുടെ നടുക്ക് നിർത്തിയിട്ടു എന്നൊക്കെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്നു എല്ലാം പറഞ്ഞാൽ പോരെ. പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള. പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. നല്ല കാര്യം. കൂടുതൽ വിശദാംശങ്ങൾ കിട്ടാതെ തന്നെ ഇത്രയൊക്കെയാണ് പടച്ചു വിടുന്നത്. റോഡിന് നാഷണൽ ഹൈവേയുടെ നടുക്ക് വണ്ടി നിർത്തി ഇതാണെന്നൊക്കെയാണ് പറഞ്ഞ് വിളിച്ചു പോകുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽസോടെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇവന്മാരെ ഇനി എന്തൊക്കെ വിളിച്ചു പറയാൻ ആർക്കറിയാം. നന്നായി, ഒരു കൂടുതൽ വിവരങ്ങളൊന്നും കൊടുക്കാത്ത നന്നായി, അത്ര മതി. ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വെട്ടിക്കിളി മാപ്രകളുടെ വായിലിട്ട് പറയാവുന്നത് കൊണ്ടാവും ആരും ഫോൺ എടുക്കാത്തത്. ശല്യം സ്ഥിരം പരിപാടിയായിരിക്കും ഇവരുടെയൊക്കെ. വിളിച്ച് ഫുള്ള് ശല്യമായിരിക്കും. അതായിരിക്കും പുള്ളിക്കാരൻ ഫോൺ എടുക്കാൻ. നന്നായി ഫോൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ശരി, FIR കയ്യിലില്ലേ? FIRനകത്ത് വിവരങ്ങളെല്ലാം വിവരിച്ച് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടില്ലേ? അതങ്ങ് വായിച്ചങ്ങ് പറഞ്ഞാൽ പോരെ. ഇനി പോലീസുകാരൻ പറയുന്നതും കൂടെ കിട്ടിയിട്ട് വേണോ? FIR വായിച്ച് പറയൂ. വെറുതെ പോലീസുകാർ പണിയെടുത്തോട്ടെ, ഒരുപാട് പണിയില്ലേ അവർക്ക്. നാട്ടുകാരെയൊക്കെ നോക്കണ്ടേ? ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇൻഫ്ലുവൻസർ തലവേദന ഉണ്ടാക്കുമ്പോൾ ആ തലവേദന പരിഹരിക്കാൻ പോകണ്ടേ? ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കുന്ന തലവേദന പരിഹരിക്കണ്ടേ? ഒരു പണിയെടുത്തോട്ടെ, വെറുതെ വിളിച്ച് ശല്യം ചെയ്യല്ലേ. ഇത് തന്നെയാണ് വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66 അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66 നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി, അപ്പോൾ അതാണ് വിഷയം. നാഷണൽ ഹൈവേയിൽ നടുക്ക് നിർത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഹെലനോ സ്പാർട്ട ചേച്ചി
ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് റിപ്ലൈ കേൾക്കാം. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചേച്ചി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചപ്പോൾ ആരെയും ഇടിക്കാഞ്ഞത് കാരണം എല്ലാവരും സേഫായിട്ട് വീഡിയോ കാണുന്നുണ്ട്. നന്ദിയുണ്ട് ഇടിക്കാഞ്ഞതിൽ. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ അതെ പറയൂ, സീരിയസ് ആയിട്ട് തന്നെ കാര്യം പറയൂ. ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എൻ്റെ ആരടാ പറഞ്ഞ ചേച്ചിയുടെ വണ്ടിക്കകത്തുനിന്ന് MDMA കിട്ടിയെന്ന്? ഞാൻ കണ്ട വാർത്തക്കകത്തൊന്നും കണ്ടില്ലല്ലോ. വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ബിയറോ? FIR പറയുന്നത് 82 86 മില്ലിഗ്രാം പെർ 100 ml ബ്ലഡ് 100 ml ഓഫ് ബ്ലഡ് ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. ആൽക്കഹോൾ ലെവൽ 100 ml ബ്ലഡിൽ 82 മില്ലിഗ്രാം ഓഫ് ആൽക്കഹോൾ ലെവലാണ് ഹെലനോക്സ് പാർട്ടയുടെ ഊതിയപ്പോൾ, മറ്റേ ബ്രത്ത് അനലൈസറിൽ ഊതിയപ്പോൾ കിട്ടിയത് എന്നാണ് FIR പറയുന്നത്. സോ ഒരു ബിയറൊന്നും അടിച്ചാൽ എന്തായാലും അത്രയ്ക്കളവൊന്നും കാണൂല, അതിൽ കുറവായിരിക്കും. കള്ളം പറയുകയാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബിയറൊന്നും അടിച്ചാൽ എന്തായാലും അത്രയും വരില്ലെന്നാണ്, ഞാനല്ല ഗൂഗിൾ പറയുന്നതാണ് കേട്ടോ. തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി യെസ്, നല്ല കാര്യം. പാടചേച്ചി തെറ്റിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തം തെറ്റ് ഏറ്റു പറയുന്നുണ്ട്, ക്ഷമാപണം നടത്തുന്നുണ്ട്. നല്ല കാര്യം. സ്വന്തം തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിൻ്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിൻ്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, എന്നിട്ട് ഇപ്പം വല്ല കാര്യം ഉണ്ടായോ? മര്യാദയ്ക്ക് അവിടെ നിർത്തി ഫൈനും അടച്ച് വീട്ടിൽ പോയിരുന്നെങ്കിൽ വീട്ടിൽ വിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ചിലപ്പം അതുകൊണ്ടാവും പാട്ടച്ചേച്ചി നേരെ വീട്ടിലേക്ക് ഓടിയത്. അഥവാ വീട്ടിലെത്തുന്നതിന് മുന്നേ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയാലോ, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നിർത്തിയാലോ എന്ന് പേടിച്ച് പോയതാവും. പാട്ടച്ചേച്ചി പറയുന്നത് ആളുകൾ കാണും, തിരിച്ചറിയും, വീഡിയോ വരുമെന്നാണ്. പക്ഷേ നിർത്താതെ പോയിട്ടും വീഡിയോ ഒക്കെ വന്നു. വരേണ്ട വീഡിയോ എന്തായാലും വരും ചേച്ചി. അത് അങ്ങ് നിർത്തി കൊടുത്താൽ പോരായിരുന്നോ? വെറുതെ ഇങ്ങനെ ഹൈ സ്പീഡ് ചേസൊക്കെ നടത്താൻ പോയി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നാമതേ മദ്യപിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഹൈ സ്പീഡ് ചേസിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇതിലും വലിയ പുലിവാലാകില്ലായിരുന്നോ? അതുകൊണ്ട് പോലീസ് കൈ കാണിച്ചാൽ നിർത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അപകടവശങ്ങളും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലും അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ടതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, ഇനി അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിൻ്റെ കുറേ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുക. സോ ലൈക്ക് ഹെലൻ അത് പാട്ടചേച്ചി അത് ചിന്തിക്കേണ്ടിയിരുന്നു. അതറിയാത്ത കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, അത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും എടുത്തതാണ്. അത് പോലീസ് പിടിച്ചത് കൊണ്ട് ഇങ്ങനെ ക്ഷമാപണവും അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഈ പാട്ടചേച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, സാമൂഹിക വിഷയങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വളരെയധികം ഇതായിട്ട് റിയാക്ട് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ഒരാൾ തന്നെ ഇങ്ങനെ അത് ചെയ്യുമ്പോൾ, പാട്ടചേച്ചിയും ഇതുപോലെ മദ്യപിക്കുന്നതിനെ പറ്റിയൊക്കെ പണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തതായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. മദ്യപിക്കുന്നതിനെ പറ്റിയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയൊക്കെ മുന്നേ വീഡിയോ ചെയ്തതായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഇത്ര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുമ്പോൾ, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഇത്രയും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആളുകൾ, മാപ്രകളും എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സും ഇങ്ങനെ അരിവാങ്ങാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതിനെല്ലാം വലിച്ചു കീറും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ ഓൺലൈനിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ, ഇത്ര ആളുകളിൽ റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? നമുക്ക് നമ്മുടെ കുറച്ച് തറയാവണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും പറ്റൂല. തറയായി പോയത് ആരെങ്കിലും പൊക്കിക്കഴിഞ്ഞാൽ വൻ സീനാവും. അതുകൊണ്ട് മാക്സിമം അതൊക്കെ നോക്കി ജീവിക്കണം. മാക്സിമം തറയൊന്നും ആവാതെ ഇമേജൊക്കെ കീപ്പ് ചെയ്ത്, ഓൺലൈൻ ഇമേജ് കാണിക്കുന്ന ഇമേജ് തന്നെ മാക്സിമം ലൈഫിലും കീപ്പ് ചെയ്തൊക്കെ പോകേണ്ടി വരും. സോ ഇപ്പം പോലീസ് പിടിച്ചത് കൊണ്ട്
പാട്ട ചേച്ചി ഇത് ഇനി ചെയ്യരുത് ഇതാണെന്നൊക്കെ പറഞ്ഞ് വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. പോലീസ് മാമൻ ഉപദേശിച്ചു, അപ്പോൾ എല്ലാം മനസ്സിലായി എന്നൊക്കെ. അതിന് മുന്നേ തന്നെ ഇത് അറിയാവുന്ന ഒരാളാണല്ലോ. സോ പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പാട്ട ചേച്ചി വീണ്ടും ഇത് ആവർത്തിച്ചേനെ. സോ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇത്രയും ന്യൂസൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എൻ്റെത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞ് പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും, എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ ഈ മദ്യപിക്കുന്നതൊന്നും ഇപ്പം സർക്കാർ ലീഗലായിട്ട് കൊടുക്കുന്ന സാധനമാണ്. അത് നിയമവിരുദ്ധമൊന്നുമില്ല. അതിൻ്റെ പേഴ്സണൽ സെറ്റിങ്സിലിരുന്നോ ഗ്യാതറിങ്സിലിരുന്നോ സോഷ്യലൈസ് ചെയ്യാനായിട്ടൊക്കെ ആളുകൾ മദ്യപിക്കാറുണ്ട്. അത് സർക്കാർ അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് ആളുകൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരാൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം മദ്യപിക്കാത്തവർ മദ്യപിക്കാതിരുന്നോട്ടെ, മദ്യപിക്കുന്നവർ മദ്യപിച്ചോട്ടെ. മദ്യപിച്ചിട്ട് ഇതുപോലെ വണ്ടി ഒന്നും ഓടിക്കാതിരുന്നാൽ മതി. അത് പ്രൊമോട്ട് അത് വണ്ടി ഓടിക്കാതിരുന്നാൽ മതി. വണ്ടി ഓടിക്കാതിരിക്കുക, ബാക്കിയുള്ളവരുടെ തലയിൽ കയറി നിരങ്ങാതിരിക്കുക, മദ്യപിച്ച് പബ്ലിക് നോയ്സൻസ് ആകാതിരിക്കുക. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മദ്യപിച്ചോളൂ. ഇത് സർക്കാർ അനുവദിക്കുന്ന കാര്യമല്ലേ, നിയമവിധേയമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ മദ്യപിച്ചോളൂ. മദ്യപിക്കാൻ ഇഷ്ടമുള്ളവർ മദ്യപിച്ചോളൂ. ലീഗലായിട്ടുള്ള ഏജിൽ ഉള്ളവർ, മദ്യപാനം അലൗഡായിട്ടുള്ള ഏജിലുള്ളവർ മദ്യപിച്ചോളൂ. ഇങ്ങനൊന്നും ചെയ്യാതിരുന്നാൽ മതി. വണ്ടി ഓടിക്കാതിരിക്കുക. പോലീസ് കൈ കാണിച്ചാൽ നിർത്തിക്കൊടുക്കുക. ഹൈ സ്പീഡ് ചേസുകളിലേക്കൊന്നും പോകാതിരിക്കുക. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിവെക്കും. വണ്ടി സാധാരണ ഓടിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഹൈ സ്പീഡ് ചേസിലൊക്കെ ഇൻവോൾവ് ആകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓടിക്കാതിരിക്കുക. പിന്നെ വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കുക, വീട്ടിൽ പോയി കിടക്കുക, ക്ലോസറ്റിൽ വാള് വെക്കുക. അല്ലാതെ നാട് നീള ആളുകളുടെ തലയിൽ കയറാതിരിക്കുക, കണ്ടവൻ്റെ നെഞ്ചത്ത് വാള് വെക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ് കാസർഗോഡ് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട് എൻ്റെ നമ്പർ ഒന്ന് എഴുതിയിട്ടോ, ഞാൻ വെക്കാം ഇവിടെ. ആസ്റ്റർ മിംസിൽ പോയിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പോൾ അത് എനിക്ക് ബാക്കി എൻ്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങൾ കാർ എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമ്പുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ മാപ്രകളുടെ കാര്യം പറയണ്ടല്ലോ. മനുഷ്യനിടുന്ന ഇലാസ്റ്റിക് ചട്ടി കിട്ടിയാൽ അത് വലിച്ചു നീട്ടി ആനയ്ക്ക് ഇടിപ്പിക്കുന്ന ടീംസാണ് ഈ മാപ്രകൾ. എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് എവിടെയൊക്കെയോ ചൊറിച്ചിലാണ്. നിങ്ങൾക്ക് എന്താണ് ഇൻഫ്ലുവൻസേഴ്സിനോട് ഇത്ര വിരോധം? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ അവർ കടിച്ചോ, തുപ്പിയോ, മാന്തിയോ, എന്താ ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ? ഇൻഫ്ലുവൻസേഴ്സ് പോലീസിന് സ്ഥിര തലവേദനയാണെന്നൊക്കെ. അപ്പം ബാക്കിയുള്ളവരൊന്നും പോലീസിന് തലവേദന ഉണ്ടാകുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് ഇത്ര അസഹിഷ്ണുത? ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാൻ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കം അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ, വിഷയമുള്ള കാര്യമല്ല. ഞാൻ നിഷേധിക്കുന്നില്ല, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയില്ല. ഇത്ര ആളുകൾ അറിയുന്ന പബ്ലിക് ഫിഗർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാകുമ്പോൾ, ആളുകൾ ഇത്ര റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരാളാകുമ്പോൾ അതെന്തായാലും വാർത്തയാകും. അതൊക്കെ നമ്മൾ മുൻകൂട്ടി അല്ല, അതൊക്കെ കണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇത്ര ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരാളാകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുന്ന ഒരാളാകുമ്പോൾ നമുക്ക്
കുറച്ച് തറ സ്വഭാവങ്ങളിലെ നമ്മുടെ നാച്ചുറൽ തറ സ്വഭാവത്തിലേക്കൊന്നും പോകാതിരിക്കുക, കുറച്ച് പോളിഷ്ഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുക, മാക്സിമം അതിന് ശ്രമിക്കുക. നമുക്ക് എങ്ങനെ പോയാലും മനുഷ്യനല്ലേ, ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വരും. നമ്മൾ ചിലപ്പോൾ അലമ്പായിട്ടൊക്കെ ബിഹേവ് ഒക്കെ ചെയ്യാം, പക്ഷേ മാക്സിമം പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക. എന്ത് സംഭവത്തിനാണെങ്കിലും മാക്സിമം കെയർഫുള്ളായിട്ട് ഒരു സാധനവും എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ അത് പുറത്ത് പോകരുതേ, അതാരും അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അറിയുന്ന ഒരാളാണെങ്കിൽ മാക്സിമം അത് പുറത്ത് പോകാതിരിക്കാൻ നോക്കുക. വഴിയെ പോകുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താലും ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഇത്ര ഫേമസ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ വലിച്ചു കീറും ആളുകൾ. സോ അതുകൊണ്ട് അതാണ് ഈ സോഷ്യൽ മീഡിയ ലൈഫ് ഇത്ര പബ്ലിക് ഫിഗർ ആകുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസർ ആകുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ നേരിടുന്ന പ്രശ്നം ഇതാണ്. നമുക്കൊരു ആയിട്ട് നമ്മൾ സാധാരണ ആരും അറിയാത്ത ഒരാളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇത്ര അധികം ആളുകൾ അറിയുന്ന ഒരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കൺട്രോൾ ഭരിക്കണം. ഒരു ചെറിയൊരു ബബിൾ ഷെല്ലിനകത്ത്, ഒരു ജയിലിൻ്റെ അകത്ത് നമ്മളെ തന്നെ അടച്ചിട്ട് കൊണ്ട് നടക്കണം. അതാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സിൻ്റെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ എല്ലാ അവസ്ഥ അതാണ്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എൻ്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് നമ്പറോ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്, ഞാൻ ആരും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എൻ്റെ ന്യൂസ് അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോടെ ഒരു പെറ്റി കേസാണ്, അതുവരെ ഇത്ര വലിച്ചു നീട്ടി ഇത്ര സെൻസേഷണലായിട്ട് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാലോ, കോമാളി കളിയാണ്. ഈ ന്യൂസ് ചാനലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഈ ഉമ്മാരി ഇപ്പോൾ ന്യൂസ് ചാനൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത്, എന്തൊക്കെ കാണണം. നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോടെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എൻ്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എൻ്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. പാട്ട ചേച്ചിയുടെ ഫോട്ടോസ് എല്ലാം കിടിലം ഫോട്ടോസ്. തൊപ്പിയുടെ ന്യൂസ് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു, തൊപ്പിയുടെ മാതിരി മറ്റേ കപ്പ അടിച്ചുകൊണ്ട് പോകുന്ന എലി ഇരിക്കുന്ന പോലത്തെ ഏതോ ഒരു വീഡിയോയിലെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതാണ് ഇവന്മാർ ഹെഡ്ലൈനിൽ മൊത്തം വെച്ചിരുന്നത് തൊപ്പിയുടെ ന്യൂസിൽ. ഇതെന്താണ് പാട്ട ചേച്ചിയുടെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരുമാതിരി ഫാഷൻ ഷോയ്ക്ക് പോർട്ട്ഫോളിയോ പ്രസൻറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. പാട്ട ചേച്ചിയുടെ ഫോട്ടോസും ന്യൂസ് പ്രസൻറ്റേഷനിൽ വെച്ചേക്കുന്ന ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ. തൊപ്പിയുടെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പട്ടി വെള്ളം കുടിക്കൂല. അമ്മാതിരി ഫോട്ടോസൊക്കെ ഏതോ കാലത്തെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് ഇവന്മാർ ന്യൂസ് അവതരിപ്പിച്ചത്. അതെന്ത് പറ്റി? പാട്ട ചേച്ചിക്ക് മാത്രം നല്ല കിടിലം ഫോട്ടോസ് കൊടുത്തേ. ഇനി പെൺകുട്ടി ആയതുകൊണ്ടാണോ നല്ല ഫോട്ടോസ് വെച്ച് കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നമ്മൾ ആൺപിള്ളേരെ തവിട് കൊടുത്ത് മേടിച്ചതാ? തൊപ്പിയൊക്കെ തവിട് കൊടുത്ത് കിട്ടിയ ഇൻഫ്ലുവൻസറാ? അവൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ വെച്ചുകൂടായിരുന്നു ആ സമയത്ത്. പാട്ട ചേച്ചിയുടെ നല്ല കിടിലം ഫോട്ടോസാണ് വെച്ചേ. അക്കാര്യത്തിൽ തൊപ്പിയോടെ എനിക്ക് സഹതാപം തോന്നുന്നു. എത്രയോ നല്ല ഫോട്ടോസ് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്ക്രീൻഷോട്ട് തംബ്നെയിലുകളിൽ നിന്നോ എവിടെ നിന്നൊക്കെ കിട്ടുമായിരുന്നു. അത് വല്ലതും വെക്കാതെ അവിഞ്ഞൊരു ഫോട്ടോ വെച്ചേ. തൊപ്പിക്ക് ഈ ഒരു പ്രിവിലേജ് കിട്ടിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് തൊപ്പിയോട് വളരെയധികം സഹതാപം തോന്നുന്നുണ്ട് ഈ നിമിഷം. നിങ്ങൾ എന്തായാലും ഹെലൻ ഓഫ് സ്പാർട്ടയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്നൊന്നും പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ, ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ അങ്ങനെ പറയുന്നത് ചേച്ചി ഇത്രയധികം വാച്ചിങ് ഉള്ള ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ആളുകളെ വീഡിയോസ് കാണുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. സോ യു ആർ ആൻ ഇൻഫ്ലുവൻസർ. അത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്രയും ഓഡിയൻസ് യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തിയായ നിലയ്ക്ക് നിങ്ങളങ്ങനെ അങ്ങനെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും യു ആർ ആൻ ഇൻഫ്ലുവൻസർ. നിങ്ങൾ ആളുകളെ ഇൻഫ്ലുവൻസ് എന്തായാലും ചെയ്യും. അതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മനസ്സിൽ വേണം. വെറുതെ എന്നെ അങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ട, ഞാൻ ഇൻഫ്ലുവൻസർ അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യു ആർ ഇൻഫ്ലുവൻസിങ് പീപ്പിൾ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ അതിന്റെ പേര് FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എൻ്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ചാനൽ അത് എടുത്തിട്ടു? എൻ്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എൻ്റെ മോർഫ് ചെയ്തിട്ടുള്ള ഞാൻ ഓൾറെഡി മോർഫ് ചെയ്ത ഫോട്ടോസ് ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലൻ ഓഫ് സ്പാർട്ട അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ?
അതിലെങ്ങനെയാണല്ലോ അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള എൽനോസ് പാട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആൾ കാണുള്ളൂ. നല്ലതാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത്. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടോ വെച്ചാൽ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി 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 സോറി. ഈ പറയുന്ന പോലെ വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് ഞാൻ സ്റ്റിയറിംഗ് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. അതല്ലാന്നോ അത് ന്യായീകരിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അതിനൊരിക്കലും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യില്ല. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ച് ചോദിച്ച ആൾക്കാരോടും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ. ബിക്കോസ് എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്താണ് എന്നുള്ളത് അറിയാം. അതിനേക്കാൾ ഉപരി എന്നെ വീഡിയോസിൽ മാത്രം കാണുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്നുള്ളത് ഇങ്ങനെയുള്ള മാപ്രകളുടെ ഇങ്ങനത്തെ ന്യൂസിന്റെ താഴ്ത്തുന്ന കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ ലവ് യു ഗൈസ്. ന്യൂസ് ചാനലുകളൊക്കെ ഇപ്പോൾ വൻ കോമഡിയാണ്. ഇവന്മാർക്ക് ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ചപ്പി കേസുകളൊക്കെയാണ് സെൻസേഷണൽ ന്യൂസ് പോലെ കൊണ്ട് നടക്കുന്നത്. ഇപ്പം ഇത് തന്നെ കാണാമല്ലോ, ഇത് തന്നെ കാണുമ്പോൾ അറിയാം. പരിതാപകരമാണ് ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസൊക്കെ ഇങ്ങനെ സെൻസേഷണൽ ബ്രേക്കിംഗ് ന്യൂസായിട്ടൊക്കെ കൊണ്ട് നടന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ ഇങ്ങനെ ഇവളുടെ ഹേറ്റേഴ്സിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ കുറേ ആളുകളുടെ മുന്നേ ഇവളുടെ ഇമേജ് കളയാം, അല്ലെങ്കിൽ ഇവളുടെ ഹേറ്റേഴ്സിന് കുറച്ച് സന്തോഷമാവും. അത്ര അല്ലാതെ ഈ സമൂഹത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടോ ഈ വാർത്ത കൊണ്ട്? അറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അത്രയാണ് പാട്ട ചേച്ചിയുടെ എക്സ്പ്ലനേഷൻസ്. സ്വന്തം തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, ആരും ഇങ്ങനെ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. സോ ഇനി പാട്ട ചേച്ചി ഇങ്ങനെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യാതിരിക്കട്ടെ. അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് കണ്ട് സന്തോഷിച്ച് അപ്പുറത്ത് നമ്മുടെ ജാസി ചേച്ചി അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്. അത് ആ യൂണിവേഴ്സ് അവിടെ പൊക്കോട്ടെ. ജാസി ചേച്ചിക്ക് പാട്ട ചേച്ചിയോട് ഇച്ചിരി വിരോധമുണ്ട്, നമുക്കതൊക്കെ അറിയാമല്ലോ. പാട്ട ചേച്ചി കണ്ണ് പൊട്ടുന്ന തെറി വിളിച്ചു കൂവിയതാണ്. അതുകൊണ്ട് അവിടെയും അവർക്കും കുറച്ച് സന്തോഷിച്ചോട്ടെ. വീഡിയോ ഒക്കെ ഇട്ട് എപ്പോഴും ഒരാൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി കുറച്ച് നേരം ജാസി ചേച്ചി അവിടെ കിടന്ന് സന്തോഷിച്ചോട്ടെ. അത് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല. അത് അവരുടെ ചെറിയ സന്തോഷം, അതവിടെ കൂടെ നടന്നോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.